ഞങ്ങൾ പുറത്തേക്ക് പോവാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ആകാശത്ത് ആ കാഴ്ച കണ്ടത്, കാക്കകൾ കൂട്ടത്തോടെ പറക്കുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ പുറപ്പെട്ട് റെഡി ആയി നിന്നു. അപ്പോട്ടൻ കാറൊക്കെ എടുത്തു. അപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ ആ ടൈം. കറണ്ടും പോയി, ഭയങ്കര ചൂട്. പറഞ്ഞാൽ പുറപ്പെടാനൊന്നും പറ്റിയില്ല ശരിക്കും. അങ്ങനെ അങ്ങോട്ട് കയറി കാറിൽ, ആ തണുപ്പിൽ അങ്ങോട്ട് ഇരുന്ന് കുറച്ച് നേരം കാറിൽ. അപ്പോഴൊരാശ്വാസം ആയത് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നത് അത്തൂർ പറഞ്ഞ ചെറിയൊരു ഗ്രാമത്തിലാണ്. ഞങ്ങളുടെ അവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇതാട്ടോ, ഗ്രാമപ്രദേശമൊന്നുമല്ല, സിറ്റി പോലെയാണ്. തിരുപ്പതിയൊക്കെ അങ്ങനെയാണ്. അവിടെ കാണുന്ന അമ്പലങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല നല്ല നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രം പോലെയൊക്കെയാണ്. അത്ര വലിപ്പമില്ലെങ്കിലും അങ്ങനെയാണ്. ഇതാ പോണു തിരുപ്പതി. മുട്ടകളാണ് കേട്ടോ പോണത്. തിരുപ്പതിയിൽ മുട്ട അടിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. അവിടെ മെയിൻ അതാണല്ലോ, മുട്ടടിക്കാനാണല്ലോ ഇവിടെ പ്രശസ്തം. അതുമാതിരി തിരുപ്പതി ലഡ്ഡു കിട്ടും അവിടെ. ഞങ്ങൾക്ക് തിരുപ്പതി തൊഴാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു തിരുപ്പതി തൊഴാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർക്കൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ക്യൂ ആണ്. കുട്ടികളായിട്ട് ഭയങ്കര നിൽക്കാൻ നല്ല പാടാണേ. ഇതെന്താ വെച്ചാൽ ഇതെങ്ങനെ കണ്ടില്ലേ, നമ്മുടെ ബാംഗ്ലൂർ മല്ലേശ്വരം സ്ട്രീറ്റ് പോലെയൊക്കെയാണ് ഇവിടെ കേട്ടോ. കുറേ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ട്. പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് പോയി വണ്ടി അപ്പുവട്ടം പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഞങ്ങളെ അവിടെ ഇറക്കിയിട്ട് കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടുന്ന്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ വന്ന് നിന്നിട്ട് പറഞ്ഞു ഇത് വേണമെന്ന്. നമ്മൾ ഈ കോലം നടലില്ലല്ലോ, ആ കോലം വരയ്ക്കുന്ന സാധനമാണേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാന്ന്. കാരണം നമ്മൾ കോലമൊന്നും വരയ്ക്കില്ല, നമ്മളിവിടെ ജീവിക്കുന്നവരല്ലല്ലോ. നമ്മളിപ്പോൾ വെക്കേഷൻ ഒരു മാസം നിൽക്കാൻ വന്നല്ലേ. ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണല്ലോ, ഇവരുടെ സ്വന്തം വീട്ടിലൊക്കെയാണ് ഇവർ കോലം വരയ്ക്കുന്നത്. നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാട്ടാൻ വേണ്ടിയിട്ടും വാങ്ങാൻ വേണ്ടിയിട്ടും അയാളുടെ ജോലി ചെയ്യുന്നതാണ്. നല്ല രസമല്ലേ കാണാൻ. നല്ല നല്ല ഡിസൈനുകൾ ഉണ്ട് അയാളുടെ കയ്യിൽ. വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങാം, അധികം രൂപമൊന്നും അതുകൊണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേര് അവിടെ നിന്ന് നോക്കി. ഏതോ ഒരു സ്ത്രീ വാങ്ങി തോന്നുന്നുണ്ട് കേട്ടോ. വാങ്ങി ഇല്ല ഉണ്ട്, വാങ്ങി. വേറൊരു സ്ത്രീ വാങ്ങി. ആരൊക്കെ നോക്കിയിരുന്നു, എല്ലാവരും ഒന്നും വാങ്ങിയില്ല. അതാ ഇവരാ തോന്നുന്നുണ്ട് വാങ്ങിയവർ. ചോദിക്കുന്നുണ്ടായിരുന്നു കോലിടണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങാമല്ലോ, അതിപ്പോൾ നഷ്ടമൊന്നുമില്ല. നല്ല ഡിസൈനും കിട്ടും നമുക്ക്. ഈ വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ പറ്റിയൊരു ടെക്നിക്കല്ലേ ഇത്. നമ്മളിപ്പോൾ അതാ ഈ സ്ത്രീ വാങ്ങിയെന്നൊക്കെ തോന്നി കേട്ടോ. ഞാൻ ശരിക്കും കണ്ടില്ല. പിന്നെ ഞാനത് അങ്ങോട്ട് വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഇയാൾ വന്നു. വാതിലൊക്കെ തൂക്കാൻ നമുക്ക് ഇത് പറഞ്ഞു കേട്ടോ. നമ്മൾ താമസിക്കുന്നിടത്ത് വാതിലൊക്കെ തൂക്കാം. പിന്നെ ഞങ്ങളിതാ പോകുന്ന വഴിക്ക് കണ്ടതട്ടോ ഒരുപാട് ഗുരുവായൂർ, ചെറിയ ഗുരുവായൂർ പോലെ തോന്നിയിട്ടോ ഞങ്ങൾക്ക്. ഒരുപാട് സാധനങ്ങളുണ്ട്. അതാവാതെ കാണുന്നതാണ് കേട്ടോ. അമ്പലം വലിയ അമ്പലമാണ്. പക്ഷെ ഞങ്ങൾക്ക് ശരിക്കും തൊഴാൻ പറ്റിയില്ല കേട്ടോ. കുറേയൊക്കെ വേഗം തൊഴുതു. കാരണം 8 മണിയാകുമ്പോഴേക്കും തിരുപ്പതിയുടെ അവിടേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടിക്കറ്റ് കിട്ടാൻ. പക്ഷെ അതും കിട്ടിയില്ല, ഇതും തൊഴാനും പറ്റിയില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല നല്ല സാധനങ്ങളാണ് കാണാൻ. പക്ഷെ എല്ലാറ്റിനും നല്ല വിലയായിരിക്കും. നമ്മൾ ഗുരുവായൂർ എങ്ങനെയാണ് അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ ഇവിടെ. പക്ഷേ ഞങ്ങൾ എന്തിനും വില ചോദിച്ചൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നിയതാണ്. കാരണം വില ചോദിക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായില്ല. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് പോകണമായിരുന്നു ഞങ്ങൾക്ക്. ഉള്ളിൽ കയറി വേഗം തൊഴുത് ഉള്ളിലേക്ക്. അതുവരെ ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കുറച്ച് നേരം വരെ ഞങ്ങൾക്ക് വീഡിയോ അലൗഡ് ആയുള്ളൂ. അത് കഴിഞ്ഞാൽ ഫോണെല്ലാം കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ. ഉള്ളിലത്തെ ഒരു കാര്യങ്ങളും ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ് കേട്ടോ. നല്ല നല്ല കമ്മൽ, ക്രാബ് എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് തിരക്ക് പിടിച്ച് തിരിച്ചു പോകാനുള്ള കാരണം ഞങ്ങൾക്ക് വാങ്ങാൻ നോക്കാനും വാങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. അതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വേദു അപ്പുവേട്ടൻ്റെ കൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അവനെടുത്ത് നടക്കുക എന്ന് പറഞ്ഞ റിസ്ക്കാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അപ്പുവേട്ടൻ ഫോണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അപ്പുവേട്ടൻ എൻ്റെ കയ്യിൽ കുട്ടീനെ തന്നു. എന്നിട്ട് ഞാൻ കുട്ടീനെ എടുത്തിട്ട് ക്യൂ നിന്നിട്ട് പോയി തൊഴുതു. അതപ്പം ഉണ്ടായത്. അപ്പുവിൻ്റെ അടുത്തേക്ക് അത് ആന. അപ്പം ഞങ്ങൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. അവിടെ ആന ഉണ്ടായിരുന്നേ. നല്ല സുന്ദര കുട്ടന്മാരായ 2 ആനകളുണ്ടായിരുന്നു. ഒക്കെ വരച്ചിട്ട് പെണ്ണാണ് തോന്നുന്നു കേട്ടോ. കൊമ്പില്ലല്ലോ ആ ആന. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആന അനുഗ്രഹിക്കുന്നുണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പൈസ കൊടുത്താൽ അങ്ങനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്താ കണ്ടോ. അനുഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ആന പോയിണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് അതുപോലെ വേറെ എന്തൊക്കെയോ പാട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലിങ്ങനെ ഓരോ അമ്പലത്തിൽ തിരുവാതിരക്കളിയും കാര്യങ്ങളൊക്കെ നടക്കില്ല, അതുപോലെ ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിയിട്ട് എന്തൊക്കെയോ കൊണ്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നേ. എന്തൊക്കെയോ കൊട്ടും പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അധികം നേരമായിരുന്നു നോക്കിയിരിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് അകത്ത് പോയി വേഗം തൊഴണം വേണം. പിന്നെ 8 മണിയാകുമ്പോഴേക്കും അവിടെ എത്താനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം അധികം നേരം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. നല്ല രസമല്ലേ കാണാൻ. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ. അപ്പോൾ ഞങ്ങളിത് അമ്പലം വെറുതെ അങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തു. അമ്പലത്തിൻ്റെ ഈ സൈഡും കാര്യങ്ങളൊക്കെ. പിന്നെ മനസ്സിലായി ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല ഫോണ്. അപ്പോൾ കൗണ്ടറിൽ ഏൽപ്പിക്കണമെന്ന് അവിടുത്തെ പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. ശരിയെന്ന് ഞങ്ങളും പറഞ്ഞു.
കാരണം ഉള്ളിലേക്ക് ഫോൺ കയറ്റാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഗുരുവായൂരും അങ്ങനെ തന്നെയല്ലേ, ഫോണൊന്നും കയറ്റാൻ പാടില്ലല്ലോ ഉള്ളിലേക്ക്. അതുപോലെ തന്നെ അപ്പം ഇനി തിരുപ്പതി അമ്പലത്തും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അമ്പലത്തിലും ഇത് കണ്ടോ, ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. നമ്മുടെ കുമ്മാട്ടിക്കളി പോലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നിൽക്കണ പോലെ തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല ഇതെന്താ സംഭവം എന്ന്. ഒരുപാട് പേര് ഒരേ യൂണിഫോം ഇട്ടിട്ടും ഒക്കെ വരുന്നുണ്ട്. എന്താണ് അതെന്ന് നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ടാണല്ലോ. അതാകണ്ട അമ്പലത്തിൻ്റെ വ്യൂ ഇങ്ങനെയാണ്. ഇവിടെ ഒരുപാട് ദൈവങ്ങൾ ഇതുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ പോയത് എവിടെയാണ് കല്യാണ വെങ്കിട്ടേശ്വര സ്വാമി ടെമ്പിൾ. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അവിടെ. കറക്റ്റ് നമുക്ക് അപ്പം ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോയി വരുന്ന തൊഴുതിട്ട് തിരിച്ചു കേട്ടോ. അപ്പോട്ടനെ കാണാൻ കുറച്ച് ടൈം എടുത്തു. ഫോണൊക്കെ കൗണ്ടറിലായിരുന്നു, വിളിക്കാൻ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരുപാട് മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും നോക്കാനോ ഒന്നും വാങ്ങാനോ ഒന്നിനും ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. 8 മണി ആകുമ്പോഴേക്കും ഇവർക്ക് തിരുപ്പതി തൊഴാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം വേണ്ടിയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് എടുത്ത വീഡിയോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അപ്പോട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഇടയിൽ കയറിയിട്ടോ, അതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വെള്ളം ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് നടക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ഇവരുണ്ടാവുമല്ലോ, എന്താ അവരെന്നെ പറയുക, അങ്ങനെയൊക്കെ ഇങ്ങനെ കൈയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുമല്ലോ. സ്ത്രീയും അല്ല പുരുഷനും അല്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ തലയിൽ അങ്ങോട്ട് വെച്ച് കൈവച്ചിട്ട് അവർ, ഞാനങ്ങോട്ട് പേടിച്ച് ഞെട്ടി. തിരിച്ചു വരുമ്പോഴും അത് എന്നെ വേണ്ടു അനുഗ്രഹിക്കുക. അപ്പോൾ എന്നോട് പറയാം, അപ്പോൾ എന്നെ കണ്ടപ്പോൾ ചിലപ്പോൾ ഇത്തിരി തോനെ പൈസ കിട്ടും വിചാരിച്ചിട്ടുണ്ടാവും, അത് അനുഗ്രഹിക്കരുതെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാവും. പെട്ടെന്ന് നമുക്കൊരാൾ വന്ന് നമ്മുടെ തലയിൽ കൈവച്ച് നമ്മൾ പേടിക്കില്ലേ, അങ്ങനെ അങ്ങോട്ട് പേടിക്കും നമ്മൾ. അതാണ്ടായേ. പിന്നെ അതാ കുറേ വളകൾ, കമ്മലുകൾ, എല്ലാ സാധനങ്ങളും, ബാഗുകൾ, കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നോക്കാൻ നിന്നാൽ നമുക്ക് ടൈം ഉണ്ടാവില്ല. പിന്നെ വിലയൊക്കെ നല്ല കൂടുതലായിരിക്കും എന്ന് കണ്ടാൽ തന്നെ അറിയാം. അവിടെ മലയാളികളെ കണ്ടാൽ പിന്നെ പറയും വേണ്ട, അവർ വില ഡബിൾ ഇരട്ടിയായിരിക്കും അവരുടെ വില. കാരണം ഭാഷ അറിയില്ല എന്ന് മനസ്സിലായി. ഇംഗ്ലീഷ് ആണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല ചിലവർക്ക്. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വേഗം നടന്നിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോയി, തിരുപ്പതിയിൽ തൊഴണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ വ്യൂസൊക്കെ ഇത്ര തന്നെ എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അപ്പോൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്റർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞു, പക്ഷേ ആളന്ന് ലീവായിരുന്നു, അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ കിട്ടിയില്ല, തിരുപ്പതി തൊഴാൻ പറ്റിയില്ല അവർക്ക്. അവർ തിരിച്ചു ബാംഗ്ലൂർക്ക് പോയി. അപ്പം ഞങ്ങൾ മാത്രം ഞങ്ങളുടെ വീട്ടിലായി. ഞാനും ബേബിയും വേദും അപ്പുവേട്ടനും ഞങ്ങൾ 4 പേരും ആയി വീണ്ടും. പിന്നെ ഇനി എപ്പോഴെങ്കിലും തിരുപ്പതി തൊഴാൻ പറ്റിയാൽ നമുക്ക് പോകാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.